അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളെ നൂർ മോട്ടോഴ്സിലെ അടുത്ത ഒരു എപ്പിസോഡ് ഇന്നോവയുടെ നമ്മളിപ്പോൾ കഴിഞ്ഞ എപ്പിസോഡുകൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മൾ വിശ്വസിക്കുന്നത്. എന്തായാലും ഒരുപാട് ആളുകൾ കണ്ടു, ഒരുപാട് എൻക്വയറീസും കാര്യങ്ങളൊക്കെ വന്നു. ഒരുപാട് ആളുകൾ വന്ന് നമ്മളെടുത്ത് വണ്ടികളൊക്കെ നോക്കി. ഇതിപ്പോൾ എന്താ പറയുക, ഒരു സംഗതി ഒരാൾ പെട്ടെന്ന് വന്നാൽ ഒറ്റയടിക്ക് ഒരു വെട്ട് 2 കസ്റ്റമറിന് കൊണ്ടുപോകുന്നില്ല. ആളുകളൊക്കെ ഒന്ന് വന്ന് മൊത്തത്തിലൊക്കെ ഒന്ന് പഠിച്ച്, മാർക്കറ്റ് പഠിച്ച്, വണ്ടിൻ്റെ ക്വാളിറ്റി പഠിച്ച്, ഗുണമേന്മ പഠിച്ച്, വിലക്കുറവൊക്കെ നോക്കിയിട്ട് ആളുകൾ വണ്ടി എടുക്കുള്ളൂ. പെട്ടെന്നാണ് വന്നുകൊണ്ട് എന്ത് ചെയ്യൂല, ഓടി വന്ന ഒരാളൊരു വണ്ടി എന്ത് ചെയ്യൂല, എടുത്ത് പെട്ടെന്നൊന്നും കൊണ്ടുപോകില്ല. എന്നാൽ വരുന്നോലും ഉണ്ട് കേട്ടോ. വണ്ടി വരിക, നേരെ കാണുക, ഇഷ്ടപ്പെടുക, ഒറ്റയടിക്ക് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത്. ഒരു വണ്ടി കണ്ട് ഒറ്റയടിക്ക് ലൈക്കായ കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. അത് ഓരോ സ്റ്റൈലാണ് കച്ചവടം. എന്തായാലും നമുക്ക് എന്ത് ചെയ്യുക, 2013 വണ്ടിയാണിത്. ഒരു ലിമിറ്റഡ് എഡിഷൻ കളർ. അതായത് നിങ്ങൾക്കറിയാലോ 12-13 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വണ്ടി ഇറങ്ങിയിട്ടുള്ളൂ. ഈ കളർ 14 ഇല്ല എന്നാണ് എൻ്റെ ഓർമ്മ. ബ്ലൂ കളർ ടൈപ്പ് 3 വരുന്ന വണ്ടി. അതായത് ഇത് ഒറിജിനാലിറ്റി ഉദ്ദേശിക്കുന്ന ആളുകളുണ്ട്. ചിലവർക്ക് ഇത് പറ്റൂല. ഇനി നമുക്കിത് 4 ആക്കി കൊടുക്കണമെങ്കിൽ ആക്കി കൊടുക്കാം, ഒന്നുമില്ല. ഈ ബോണറ്റിൻ്റെ മീശ എന്ന് പറയും ഇതിന്. അതുപോലെ ഗ്രില്ലും ബമ്പറും, ഈ 3 സാധനം മാറിയാൽ ഒരു ഫോഗ് ലാമ്പ് നമ്മൾ വെച്ച് കൊടുക്കും. ടൈപ്പ് 4 ആയി ഡിക്കിയിലൊരു പട്ടിയും. ഈ സാധനം വെച്ച് കൊടുത്താൽ ടൈപ്പ് 4 ആണെങ്കിൽ നമ്മൾ അങ്ങനെ കൊടുക്കും. അല്ലെങ്കിൽ ടൈപ്പ് 3 ഒറിജിനാലിറ്റി നിലവിൽ എങ്ങനെയാണോ ആസിറ്റീസ് കണ്ടീഷനിൽ വണ്ടി വന്നത് ആ കണ്ടീഷനിലാണ് ഇപ്പോൾ വണ്ടി ഉള്ളത്. ബ്ലൂ കളർ, നല്ല ക്വാളിറ്റി, ഒരു സ്ക്രാച്ച് പോലും ഇല്ല. പിന്നെ ഇപ്പോൾ ഈ സ്ക്രാച്ച് എന്നൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. സ്ക്രാച്ചുകളൊക്കെ വലുതൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും, അത് പെയിൻറ്റിങ്ങും ടച്ചപ്പും പോളിഷൊക്കെ കഴിച്ചിട്ടേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, വണ്ടി ഇവിടെ വെക്കുള്ളൂ. അല്ലാതെ ഇവിടെ വെക്കാൻ പറ്റൂലല്ലോ. 13 വണ്ടി, 2,12,000 കിലോമീറ്ററുടെ നല്ല വന്ന സീറ്റ് കവർ ചെറിയ 1-2 പോറൽ അവിടെയും ഇവിടെയൊക്കെ ഉണ്ട്. അത് നമുക്ക് മാറ്റേണ്ടവർക്ക് മാറ്റി കൊടുക്കാം. എന്തായാലും വന്ന വണ്ടി ആ ഒറിജിനാലിറ്റി കണ്ടീഷനിലുള്ള ബ്ലൂ കളർ വണ്ടി. ഇത് നമുക്ക് എന്ത് ചെയ്യുക, 7 ലക്ഷം റുപ്യ നമ്മൾ ആസ്ക് ചെയ്യുന്നത്. ഒരു 680 കിട്ടിയാൽ ഫൈനൽ നമുക്ക് കൊടുക്കാം. ടൈപ്പ് 4 ആക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ അഡീഷണൽ നമ്മൾ എന്തെങ്കിലും ചെയ്തു തരണം. പിന്നെ അപ്പോൾ ഇതിങ്ങനെ പറയേണ്ട, നവംബർ 31 വരെ, 30 31 എനിക്കറിയില്ല. എന്തായാലും ഈ നവംബർ ലാസ്റ്റ് വരെ ഫുൾ ടാങ്ക് ഡീസലും അടിച്ചിട്ട് നമുക്ക് വണ്ടി കൊടുക്കാം. അതുപോലെ തന്നെ നല്ലൊരു സിൽക്കി ഗോൾഡ് വണ്ടി, സിൽക്കി ഗോൾഡ്, പിന്നെ 2014. ഇതൊക്കെ NOCൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ കേരളാക്കി എന്ന് തന്നെ പറഞ്ഞാൽ നിലവിൽ ഈ വണ്ടി അതർ രജിസ്ട്രേഷനാണ്. ഇത് നാളെ മറ്റന്നാളോ നമ്പർ ആക്കിയിട്ടേ ഈ വണ്ടി കൊടുക്കുള്ളൂ. 14 G4 റീ രജിസ്ട്രേഷൻ വണ്ടി, സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഞാൻ കൊടുക്കുക. ഇതിനകത്തുള്ള കിലോമീറ്റർ 172. പക്ഷേ സിൽക്കി ഗോൾഡിന് അപേക്ഷിച്ച് സിൽക്കി ഗോൾഡിൽ തന്നെ 4 കളർ വരുന്നുണ്ട്. 1E7, 5A7, 1E3, അങ്ങനെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 4 കോഡറ്റ് ഉണ്ട്. അതിൽ രസമുള്ളൊരു കളർ, ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണല്ലോ ഇതിലൊക്കെ. ഈ സിൽക്കി ഗോൾഡിൽ തന്നെ 4 കളർ വരുന്നുണ്ട്. ലൈറ്റ് കൂടിയത്, മഞ്ഞ കൂടിയത്, ലൈറ്റ് കുറഞ്ഞത്, ഡാർക്ക് കൂടിയത്, ഇങ്ങനെയൊക്കെ ഉണ്ട്. എന്തായാലും 2014 G4 റീ രജിസ്ട്രേഷൻ വണ്ടി നമുക്ക് എന്ത് ചെയ്യുക, 7,000 റുപ്യക്ക് ഈ വണ്ടി KL ഫുൾ കവർ ഇൻഷുറൻസ് എടുത്തിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇത് അടുത്തത് 2016 വണ്ടിയാണ്. 16 G4 ആണ്, റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. പിന്നെ അഡീഷണൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അഡീഷണൽ ഫിറ്റിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരുപാടുണ്ട്. ഇപ്പോൾ ക്രിസ്റ്റൻ്റെ വീല് കാര്യങ്ങൾ, അതുപോലെ പിന്നെ ഡെമോണ്ടോ അങ്ങനെ എന്താ ഒരു സ്റ്റീരിയോ, ഒരു വെറൈറ്റി സ്റ്റീരിയോ കാര്യങ്ങൾ, നല്ല സീറ്റ് കവർ കാര്യങ്ങൾ, പിന്നെ ഡോർ വൈസർ, ഡോർ ക്രോം, സ്പോയിലർ, ഡിക്കിപ്പട്ട, യൂപ്പട്ട, ക്രോം, അങ്ങനെ A to Z ഞാൻ അങ്ങനെ പറയണില്ല. എന്തായാലും മാക്സിമം വൃത്തിയാക്കി വെച്ച വണ്ടി. ഇനി എന്താണോ ചെയ്യാനുള്ളത് അങ്ങനെ വൃത്തിയാക്കിയിട്ട് നമ്മൾ കൊടുക്കണ വണ്ടി. അതാണ് ഇതിൻ്റെ ഇപ്പോൾ ഇത് പറയാനുള്ളൂ. 16 വണ്ടി നമുക്ക് എന്ത് ചെയ്യുക, 9,000 റുപ്യാണ് ഒരു മാന്യമായ രീതിയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ അടുത്തതുപോലെ തന്നെ അടുത്തതൊരു Z വണ്ടി, 2015 റീ രജിസ്ട്രേഷൻ ഉള്ള വണ്ടി. 2015 ആണ്. Z എന്ന് പറയുമ്പോൾ ഇന്നോവയിൽ ഏറ്റവും ടോപ്പ് എൻഡ്. നിങ്ങൾക്കറിയാലോ Z പറ്റി ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അതായത് ഓപ്ഷൻസിലൊന്നും മാറ്റമില്ല. ഇതിന് കമ്പനി സീറ്റ് കവർ, ലെതറിൻ്റെ സീറ്റ് കവറാണ് Z വരിക. അതുപോലെ സ്റ്റാരിങ്ങിന് പിന്നെ വുഡൻ ടൈപ്പ് സ്റ്റാരിങ് ആണ് വരിക. അതുപോലെ ഗിയർ നോബിന് വ്യത്യാസം വരും. അതുപോലെ ഉള്ളിൽ വുഡൻ പാനലുകൾ കാര്യങ്ങൾ വരും. ഇന്നർ റൂഫ് ചെറിയൊരു കളർ വ്യത്യാസം വരും. അതൊക്കെയാണ് ഈ Z എന്ന് പറയുന്ന മാറ്റങ്ങളിൽ. വേറെ അഡീഷണൽ മാറ്റങ്ങൾ എന്ന് പറയാനില്ല. പക്ഷെ എന്നാലും Z എന്ന് പറയുമ്പോൾ ഇന്നോവ ഇറങ്ങിയതിൽ ഏറ്റവും ടോപ്പ് എൻഡ്. ഇന്നോവ ഇറങ്ങിയതിൽ വെച്ച് ഇതിലിപ്പോൾ G2 ഉണ്ട്, G3 ഉണ്ട്, G4 ഉണ്ട്, V ഉണ്ട്, Z ഉണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 5 ഓപ്ഷൻ. ഇന്നോവ ആൾക്കാർ പറയാം 2 ഓപ്ഷനുള്ളൂ പറയാം. എൻ്റെ ഓർമ്മയിൽ G2 ഉണ്ട്, G3 ഉണ്ട്, G4 ഉണ്ട്, V ഉണ്ട്, Z ഉണ്ട്. 5 ഓപ്ഷൻ ശരിക്കും ഇന്നോവ ഉണ്ട്. അത് ചിലപ്പോൾ ഷോറൂമാർക്ക് തന്നെ അറിയില്ല, കച്ചവടക്കാർക്ക് അത് അറിയില്ലുണ്ടാവുള്ളൂ. 15 Z ഇന്നോവ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഓഫർ പ്രൈസ് 9,40,000 റുപ്യക്ക് Z ഇന്നോവയാണ് ഇട്ട് കൊടുക്കുന്നത്. 9,40,000 റുപ്യക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ വണ്ടി കൊടുക്കാം. വേണ്ട, 9,25,000 റുപ്യക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഒരു 4-5 ഇന്നോവകൾ കാണിക്കാട്ടെ. പിന്നെ ഇന്നോവ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ നീട്ടിപ്പരത്തുന്നില്ല. ഇന്നോവൻ്റെ ആവശ്യക്കാരാണെങ്കിൽ ഇങ്ങോട്ട് പോന്നോളി. അതുപോലെ തന്നെ അടുത്ത വണ്ടി 12 V വണ്ടി, 12 മോഡലാണ്, V ഓപ്ഷനാണ്, റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. പിന്നെ റീ രജിസ്ട്രേഷൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയേണ്ട ആവശ്യമില്ല.
12 വി ഓപ്ഷൻ റീ രജിസ്ട്രേഷൻ. പിന്നെ അഡീഷണൽ ഫീച്ചേഴ്സ് ഒന്നും പറയണ്ട, അതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളി, നമ്മളെ വീഡിയോ കാണുന്നപോലെ എന്ത് ചെയ്യണം, നിങ്ങൾ കമന്റ് വിട്ടോളി. നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ എന്താ പറയുക, നമുക്കിത് നീട്ടിപ്പരത്തി സംഗതികൾ ഇതിനെപ്പറ്റി കുറേയൊക്കെ നമുക്ക് അറിയുന്ന രീതിയിൽ 100% ഇതിനെപ്പറ്റി എല്ലാ ഇൽമൊന്നും നമുക്ക് ഉണ്ടാവില്ല. ഉള്ള ഇൽമ വെച്ചാണ്ട് നമ്മൾ വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരും കേട്ടോ. ഇതിൻ്റെ ടയർ ഭാഗം ഇങ്ങനെ പിന്നെ ഓരോ ഫോഗലാമ്പ്, ബ്രേക്ക് ലൈറ്റ്, ഇൻഡിക്കേറ്റർ, അത് ഇത് ഇങ്ങനെ ആ രീതിയിൽ നീട്ടിപ്പരത്തി പറയണമെങ്കിൽ ഞാൻ പറയും. ഇൻഷാല്ലാ അടുത്ത വീഡിയോകളൊക്കെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. അതൊക്കെ ആളുകൾ പറയണം, ആളുകളെ അഭിപ്രായത്തിനാണല്ലോ ഇപ്പോൾ ഇതൊക്കെ ചെയ്യണത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ നിങ്ങൾ, ഇത് നമ്മളടുത്തുള്ള ഈ പ്ലാറ്റ്ഫോമിൽ വണ്ടികൾ നമ്മളെ കസ്റ്റമർ തന്നെ ഒരുപാട് ആൾക്കാർ അതിൽ ഇതിൽ തെണ്ടി നടക്കുന്നുണ്ട് വണ്ടിക്കും വേണ്ടിയിട്ട്. നമ്മൾ ഈ ഒരു മാസം ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഈ ചെയ്യുന്ന വീഡിയോകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓല് ഡെയിലി ചെയ്യുന്ന ആളുകളാണ്. ഓരോ ചാനലുകൾ ഓല് ഡെയിലി 1-2 വീഡിയോ ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ ആളുകൾ നമുക്ക് വല്ലാതെ ശ്രദ്ധിക്കൂല, എന്നാലും മാക്സിമം നമ്മളപ്പം ശ്രദ്ധിച്ച് നിന്ന ആളുകൾ. അപ്പം നമ്മൾ ഉദ്ദേശിക്കണം എന്താ വെച്ചാൽ, നമ്മളെ ഉദ്ദേശിക്കുന്ന റെഡ് ബെൽ യൂസ്ഡ് കാർ അല്ലെങ്കിൽ നൂർ മോട്ടോഴ്സിനെ ഉദ്ദേശിക്കുന്ന കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യുക, നമുക്ക് കുറേ ഫോളോവേഴ്സ് ഉണ്ടാക്കുക അല്ലെങ്കിൽ കുറേ സബ്സ്ക്രൈബർ ഉണ്ടാക്കുക എന്നുള്ളൊരു ഉദ്ദേശം ഇതിലില്ല കേട്ടോ. ആളുകൾ എന്ത് ചെയ്താൽ മതി, ഷെയർ ചെയ്ത് കൊടുത്താൽ അതിനിപ്പോൾ നമുക്ക് ഇൻകം ഒന്നും കിട്ടൂല. അതായത് ആവശ്യക്കാരിലേക്ക് മുതലെത്തിക്കുക. ആവശ്യക്കാർ ഇഷ്ടം പോലെ ഉണ്ട്, അത് വിശ്വസിച്ച് ഞാൻ പറഞ്ഞില്ലേ, അത് നമ്മളൊരു പാരമ്പര്യം, ഒരു പാരമ്പര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഫീൽഡ് തുടങ്ങിയിട്ടുള്ള പിന്നെ അറിയുന്നവർക്കൊക്കെ കുറേ ആളുകൾക്കൊക്കെ അറിയാം. ഇത് വലിയൊരു ഘടകമാണല്ലോ നമ്മളൊരു പാരമ്പര്യം കച്ചവടത്തിൽ ഇത്രയും കാലമായിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന കണ്ടീഷൻസ്. പിന്നെ ചില വണ്ടികൾക്കൊക്കെ ചെറിയ കംപ്ലൈൻറ്റുകൾ കാര്യങ്ങളൊക്കെ വരും, നിങ്ങൾക്ക് അറിയാലോ. നമ്മളിപ്പോൾ നാട്ടിൽ പെൺകുട്ടികളെ കെട്ടിക്കും, ഏതെങ്കിലുമൊക്കെ എന്ത് ചെയ്യും, ഒന്ന് ഡൈവേഴ്സൊക്കെ ആവും, നിങ്ങൾക്ക് അറിയാലോ, തലാക്കൊക്കെ ചെല്ലും. അതൊക്കെ ഇതിൻ്റെ ഒരു സ്വാഭാവികമാണ് എന്ന രീതിയിൽ തന്നെ സെക്കൻഡ് ഹാൻഡ് വണ്ടി കച്ചവടം നമ്മൾ പറയുമ്പോൾ കാര്യങ്ങൾ പറയണം. മേജർ കംപ്ലൈൻറ്റുകളൊന്നും ഉണ്ടാവില്ല, എങ്കിലും ഏതെങ്കിലുമൊക്കെ ഒരു വണ്ടിക്ക് കൊണ്ടുപോയിട്ട് റയറായിട്ട് കംപ്ലൈൻറ്റുകൾ വരുന്നുണ്ട്. അത് മാന്യമായ രീതിയിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പരിഹരിച്ചൊക്കെ കൊടുക്കും. ഇതിൻ്റെ പേരെന്നെ സെക്കൻഡ് ഹാൻഡ് നിങ്ങൾക്ക് അറിയാലോ. ഒന്നാമത് ഇതൊക്കെ 90% പുറത്ത് ഓടിയ വണ്ടികൾ, 2, 2.5, 1, 1.5 ഓടിയ വണ്ടികളാണ് ഉണ്ടാകുക. പിന്നെന്താ പറയുക, ഇതിനുള്ള ഏറ്റവും വലിയൊരു സുഖം എന്താ വെച്ചാൽ ടയോട്ടൊക്കെ ഉള്ളൊരു സുഖം, ഇത് ഓടും തോറും ഈ മുതൽ നന്നാവുള്ളൂ. നമ്മളൊരു അനുഭവമല്ല, നമ്മളെ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ നമ്മളിന്ന് വണ്ടി കൊണ്ടുപോകണമൊക്കെ 90% പ്രവാസികളാണ്. ഓൽക്ക് ഇതിൻ്റെ എല്ലാ കഥകളും അറിയാം. നമ്മളൊക്കെ പ്രവാസ ലോകത്ത് നിന്ന് ആളുകളാണ്. 5, 6, 8, 10 ലക്ഷം ഓടുന്ന വരെ ഒന്നും ആവില്ല ഈ ടയോട്ടൻ്റെ വണ്ടി. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. എന്തായാലും അടുത്ത വണ്ടി 2015 മോഡൽ, 15 മോഡൽ G4 റീ രജിസ്ട്രേഷൻ വണ്ടി. നല്ല സൂപ്പർ മോഡൽ ഗ്രില്ലുണ്ട്, ഫ്രണ്ടിൽ സ്കേർട്ട് ഉണ്ട്, ബാക്കിൽ സ്കേർട്ട് ഉണ്ട്, ആൻഡ്രോയിഡ് ഉണ്ട്, സീറ്റ് കവർ ഉണ്ട്, പിന്നെ ഡോർ വൈസർ ഉണ്ട്. അഡീഷണൽ ഇങ്ങനെ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ ഇനി വരുന്ന കസ്റ്റമേഴ്സ് ഇല്ല എന്ന് പറഞ്ഞ സംഗതികൾ നമ്മൾ ചെയ്തും കൊടുക്കും. അതിൽ ആൻഡ്രോയിഡിലുള്ള 100 രൂപ പറഞ്ഞാൽ നമ്മളത് ചെയ്തു കൊടുക്കും. 100 രൂപ അതിൽ സീറ്റ് കവർ ഇല്ല എന്നാൽ നമ്മൾ ചെയ്തു കൊടുക്കും. പിന്നെന്താ പറയുക, ഇതിലൊക്കെ ഉള്ള പിന്നെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ എന്താണോ ആവശ്യപ്പെടുന്നത് അത് നമ്മൾ ചെയ്തു കൊടുത്തെങ്കിലേ വ്യാപാരം കച്ചവടം ഉള്ളൂ. ഒരാൾ പറയുമ്പോൾ അതില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കും. അങ്ങനെ ഉണ്ടല്ലോ, കല്ലായിപ്പാലം പൊന്നാക്കി തരണം എന്നൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളോട് കഴിയൂല. പക്ഷെ എന്താവും, വണ്ടി കുളൂസ് ആക്കിയിട്ട് ഫുൾ സെറ്റപ്പ് ആക്കി തരണം എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കും. എങ്കിലും എന്ത് ചെയ്യുള്ളൂ, ഈ കച്ചവടത്തിൻ്റെയൊക്കെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാളൊരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഓല കുടുംബത്തിലോ സമൂഹത്തിലോ ഓല നാട്ടിലോ മഹല്ലത്തിലോ ഇത് കൊണ്ടുപോയിട്ട് അത് എവിടുന്ന് വാങ്ങി, നൂർ മോട്ടോഴ്സ് നിന്ന് വാങ്ങി അല്ലെങ്കിൽ റെഡ് ബെല്ലിൽ നിന്ന് വാങ്ങി, എത്ര വില കാര്യങ്ങൾ, വണ്ടി എങ്ങനെയുണ്ട്, അത് ഉഷാറാണ് അല്ലേ മിയാണെന്ന് പറയുമ്പോൾ അടുത്തൊരു കച്ചവടം വരുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ മുറിച്ചുകൊടുക്കുക ആ കേസ്. അപ്പം അങ്ങനെയൊന്നും ഇപ്പോൾ ചെയ്യാൻ പറ്റൂല. നമ്മളിപ്പോൾ ഒരു സംഗതി എന്താ പറയുക, ഒറ്റ സംഗതി അത് അവസാനിപ്പിക്കാൻ പറ്റൂലല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്ക് മാക്സിമം വില കുറച്ച് നല്ല വണ്ടി കൊടുക്കുക, അതിൻ്റെ കൂടെ നമ്മളെ മൈസത്തും കഴിഞ്ഞു പോകും. അതാണല്ലോ, അല്ലാതെ ഇപ്പോൾ വെറുതെ ജനങ്ങളെ നന്നാക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമല്ലല്ലോ ഇപ്പോൾ ഇതിലുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വണ്ടി ഞാൻ പറയുകയാണ് 2014 മോഡൽ. 14 മോഡലാണ്, G4 ആണ്, റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. നിലവിൽ 3rd ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ്. 1,95,000 കിലോമീറ്ററും ജെന്യൂനാണ് വണ്ടി. കാരണം ഈ വണ്ടി പ്രോപ്പർ സർവീസ് അല്ലെങ്കിലും അപ്പോഴും ഇപ്പോഴൊക്കെ കമ്പനി കയറിയ വണ്ടികളാണ്. അപ്പോഴും ഇപ്പോഴും മാത്രം ഇങ്ങനെ അവിടെ കമ്പനി കയറിയിട്ടുള്ളൂ. അതാകുമ്പോൾ എല്ലാ 10ലും ചെല്ലുമ്പോഴാണ് പ്രോപ്പർ എന്ന് പറയാം. അവിടെ കയറുമ്പോൾ പ്രോപ്പർ എന്ന് പറയാൻ പറ്റൂലല്ലോ. എന്തായാലും നമ്മൾ ആസ്ക് ചെയ്യണ വില 7,90,000 നമുക്കൊരു 7,000 ഉറുപ്പിക അത് കൊടുത്തു വിടാം. 2014 G4 വണ്ടി. പിന്നെ വിലൻ്റെ കാര്യത്തിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വിട്ടുവീഴ്ചയൊക്കെ ഞാൻ കച്ചവടത്തിൽ ചെയ്തു കൊടുക്കും. അങ്ങനെയാണ് നമ്മളെ ഒരു പാരമ്പര്യം, ഒരു പരിചയം. മാക്സിമം എന്താണോ ചെയ്യുക, നമ്മളെ ലാഭത്തിലല്ലേ കുറയാൻ പറ്റുള്ളൂ, നഷ്ടത്തിന് ഇപ്പം എന്തായാലും ഇത് ചെയ്യാൻ പറ്റൂലല്ലോ. വല്ലാതെ എപ്പോഴേലൊക്കെ നഷ്ടത്തിനും കൊടുക്കും, കച്ചവടമല്ലേ. അപ്പം മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരാവശ്യക്കാരനാണെങ്കിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് എങ്ങനെയാണോ ചെയ്യാൻ പറ്റുക ആ രീതിയിൽ ഞാൻ ചെയ്തു കൊടുക്കും. അത്രേ ഇപ്പോൾ ഇതിൽ പറയാനുള്ളൂ. അതുപോലെ അടുത്ത വണ്ടി 2015 വി വണ്ടി, 2nd ഓണർ. 2015 ആണ്, വി വണ്ടിയാണ്, 2nd ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. റീ രജിസ്ട്രേഷൻ ആണ്. അത് പിന്നെ നമ്മൾ റീന്ന് ഇടയ്ക്കിടയ്ക്ക് പറയണ്ടല്ലോ. പിന്നെ ഇതിലെന്താ വെച്ചാൽ ഇതൊക്കെ കസ്റ്റമർ, ഇതിലെ ഒരുപാട് വണ്ടികൾ കസ്റ്റമർ പാർക്കിംഗ് വണ്ടികളുണ്ട്. അപ്പോൾ കസ്റ്റമർ പാർക്കിംഗ് വണ്ടി ആകുമ്പോൾ എന്താണെന്ന് പറയുന്നത് വണ്ടി ഒന്നും കൂടി നന്നാകും.
കസ്റ്റമർ കൊണ്ടിടക്കണ വണ്ടി ആകുമ്പോൾ ഒരു ഉപയോഗിക്കണ വണ്ടി ആകുമ്പോൾ ഒന്നും കൂടി നന്നാവും എന്നുള്ളൊരു കാഴ്ചപ്പാടാണല്ലോ ഉണ്ടാകുക. നമ്മളെടുത്ത് എത്തിക്കഴിഞ്ഞാൽ കച്ചവടക്കാരെ വണ്ടി എന്ന് പറയും. ഇതൊക്കെ എല്ലാ ആളുകളും ഓരോരുത്തരും ഉപയോഗിക്കുന്ന വണ്ടികളാണ്. ഓരോ ചന്ദ്രനും ഓരോ നാരായണനും ഓരോ മുഹമ്മദും ബഷീറും ഉപയോഗിക്കുന്ന വണ്ടികൾ തന്നെയാണ് ഇത് നമ്മളെടുത്തെത്തുമ്പോൾ എന്താ കച്ചവടക്കാരെ വണ്ടി എന്ന് പറയുള്ളൂ. ഇതൊക്കെ ഈ വണ്ടി മാനുഫാക്ചർ ചെയ്തൊന്നിട്ട് ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ്, കൈമാറ്റങ്ങൾ വരുന്നുണ്ട്. പിന്നെ 16 രണ്ടാം മാസത്തിന് ശേഷം ഈ വണ്ടി ഇല്ലാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഓണർഷിപ്പ് 3ഉം 4ഉം ആകണത്. ഓണർഷിപ്പ് ശരിക്ക് ഒരു റിമാർക്കാണോ വെച്ചാൽ ആണ്, അല്ല വെച്ചാൽ അത് കച്ചവടക്കാരുടെ അടുത്തേക്ക് എത്തുമ്പോൾ 4 ഓണർ എന്ന് പറയുന്നത് എന്താ ഓണർഷിപ്പ് 4 5 ഒന്നും ശരിക്കും കുഴപ്പമില്ല. പിന്നെ ഫിനാൻസിനും അത് ബാധിക്കൊന്നുമില്ല. 5 6 ഓണർഷിപ്പുള്ള വണ്ടിക്കൊക്കെ ലോണും കൊടുക്കുന്നുണ്ട്, ബാങ്ക് കൊടുക്കുന്നുണ്ട്. എന്തായാലും 16 വണ്ടി നമ്മുടെ സുഹൃത്തിൻ്റെ കസ്റ്റമർ പാർക്കിംഗ് വണ്ടികളാണ്. ഒരുപാട് വണ്ടികളുണ്ട് കസ്റ്റമർ പാർക്കിംഗ് വണ്ടി. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയേണ്ട വിചാരിച്ചിട്ടാണ്. 16 വണ്ടി നമുക്ക് ഇതൊരു ഫിക്സഡ് ആയിട്ട് പറയാം 9,60,000 റുപ്യക്ക് അത് കൊടുക്കുള്ളൂ. അതിൽ കുറച്ച് ഞങ്ങൾ കൊടുക്കുക കഴിയൂല. അതായത് ഓനത് അവിടെ ഡൽഹി പോയി ടൂർ പോയി താജ്മഹൽ കാണാൻ പോയിട്ട് എടുത്ത വണ്ടിയാണ്. അപ്പോൾ നല്ല വിലയാണ് ഓന്. അതുപോലെ തന്നെ ഇത് 2015 വണ്ടി, 15 G4 സിൽക്കി ഗോൾഡ്, 3ാമത്തെ ഓണർഷിപ്പിലുള്ള വണ്ടി, 1,60,000 കിലോമീറ്റർ ഓടിയതാണ്. ഇതും സർവീസ് ഉണ്ട്, പക്ഷേ പ്രോപ്പർ അല്ല. അതായത് നമ്മളെന്താ പറയുക, ഇതിങ്ങനെ എല്ലാവരോടും ഇങ്ങനെ എല്ലാ വണ്ടി നമ്മൾ പറയേണ്ട വിചാരിച്ചിട്ടാണ് പറഞ്ഞത്. ടയോട്ടൻ്റെ വണ്ടിയാണോ നിങ്ങൾ സർവീസ് നോക്കണ്ട, സർവീസ് നിങ്ങൾ കറക്റ്റ് നോക്കണ്ട. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ വണ്ടി വന്നപ്പോൾ നമ്മൾ വീഡിയോയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് ബോറടിപ്പിക്കൂല. നിങ്ങൾക്ക് മെക്കാനിക്കിനെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യേക്കാം, കൊണ്ടുപോയി ചെക്ക് ചെയ്യിക്കാം, പിന്നെ ബില്ലിങ് ഒരാഴ്ച ഓടിച്ചാണ് ചെക്ക് ചെയ്യിക്കാം. മേജർ എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും, അല്ലാതെ ഇപ്പോൾ ഇതിൽ കിലോമീറ്ററിലൊന്നും വലിയ കാര്യങ്ങളില്ല. ഇത് ഓടും തോറും സ്മൂത്ത് ആവും. അങ്ങനെയാണല്ലോ ഇതിൻ്റെ വശങ്ങൾ. 15 G4 റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇതിൻ്റെ വില നമുക്ക് 8,25,000 റുപ്യ. 8,25,000 റുപ്യക്ക് നല്ല 4 പുത്തൻ ടയർ, പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ്, സീറ്റ് കവർ നല്ല ടാനും ബ്ലാക്കും ഉണ്ട്. അതുപോലെ ആൻഡ്രോയിഡ് സെറ്റും ഡോർ വൈസറും ഡോർ ബീഡിങ്ങും പിന്നെ ക്രോമും ഡിക്കി പട്ടി യു പട്ടിയും ബാക്ക് സ്കേർട്ടും ഒക്കെ ഉണ്ട്. ഇതിങ്ങനെ അഡീഷണൽ പറയേണ്ട എഴുതിയിട്ടോ. ഇതൊക്കെ ഏതൊരു വണ്ടിയും ഒരു കസ്റ്റമർ ചെയ്യുകയാണെങ്കിൽ, നമുക്കിതിൻ്റെ ഹോൾസെയിൽ അങ്ങാടി അറിയുന്നതുകൊണ്ടാണ് പ്രശ്നമില്ലാത്തത്. കസ്റ്റമർ ചെയ്യുകയാണെങ്കിൽ മിനിമം ഒരു 50-60 റുപ്യേൻ്റെ ഫിറ്റിങ്സ് ഒരു വണ്ടിയിൽ വരും. ഒരു കസ്റ്റമർ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ചെയ്യുകയാണെങ്കിൽ കസ്റ്റമർ ചെയ്യുകയാണെങ്കിൽ 1,00,000 റുപ്യ വരും. ഈ ഫ്രണ്ടും ബാക്കും സ്കേർട്ടിങ്ങും ആൻഡ്രോയിഡും സീറ്റ് കവറും അതും ഇതും പിന്നെ ടൈലാമ്പും ഹെഡ്ലാമ്പും ഒക്കെ ചെയ്യുമ്പോൾ തന്നെ 1,00,000 റുപ്യ വരും ഒരു കസ്റ്റമർ ചെയ്യുമ്പോൾ. നമ്മൾ വരുമ്പോൾ തന്നെ ഏകദേശം ഒരു 10-60 റുപ്യ ഒരു വണ്ടിമ്മ വരുന്നുണ്ട്. അടുത്ത 2015 V വണ്ടിയാണ്. 2015 V വണ്ടി 2,15,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പിന്നെ അഡീഷണൽ നമ്മൾ പറയുമ്പോൾ ക്രിസ്റ്റൻ്റെ വീലുണ്ട്. ക്രിസ്റ്റൻ്റെ വീൽ, അതായത് സാധാരണ ഇന്നോവക്ക് 15 ഇഞ്ച് ടയറും വീലുമാണ് വരിക. അതിന് 16 ഇഞ്ച് വീലും ടയറും ഉണ്ട്. പിന്നെ അതുപോലെ ബാക്ക് സ്കേർട്ട്, പ്രൊജക്ടർ ലൈറ്റ്, സീറ്റ് കവറ്, പിന്നെ GR-ൻ്റെ ഗ്രില്ല്, അങ്ങനെ പറഞ്ഞു വരികയാണെങ്കിൽ ഇതൊരു കഥ പറയാണ്ട്. അപ്പോൾ ഈ കഥയൊക്കെ പാടെ ഞാൻ പറയുമ്പോൾ എന്താ പറയുക, ഇത് പല ആളുകൾക്കും പല രീതിയിലാണ്. ചിലവരെന്താ പറയുക, ആ വണ്ടിൻ്റെ ഫുള്ള് ഡീറ്റെയിൽ പറയേണ്ടത് ഉഷാറാണെന്ന് പറയും. ചിലവരങ്ങനെയാണ് പറയാം, മൂപ്പര് തിരക്കടില്ലട്ടോ വണ്ടിനെ കുറിച്ച് A to Z പറയുന്നുണ്ട്. നമുക്ക് അറിയണ ഇൽമേ നമ്മൾ പറയുള്ളൂ, ഇതിൻ്റെ എല്ലാ സംഗതിയും കൂടി എന്നോട് പറയാൻ കഴിയൂല. അപ്പോൾ ചിലവർ പറയാം ആകെ ചടപ്പിച്ചാൻ വേണ്ടിയിട്ട് ഇത് മുയ്മ നീട്ടിപ്പരുത്തി വേല് പറയുകയാണെന്ന് പറയാം. ഒന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട. ഇത് നമ്മളെന്ത് ചെയ്യും, നമ്മൾ ഈ സംഗതികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. വരുന്ന ആളുകൾക്ക്, താല്പര്യമുള്ള ആളുകൾക്ക് നമ്മളെ അടുത്തേക്ക് വരാം. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്തും കൊടുക്കും. എന്തായാലും അടുത്ത വണ്ടിയിലേക്ക് നമുക്ക് നീങ്ങാം. 2015 V വണ്ടി നമ്മൾ 9,500 റുപ്യാണ് ആസ്ക് ചെയ്യുന്നത്. 9,400 റുപ്യക്ക് നമുക്ക് കൊടുക്കാം. ഞാൻ അടുത്ത വണ്ടിയിലേക്ക് പോവാം. അപ്പം നമ്മളെ ഈ എപ്പിസോഡിലെ 2ാമത്തെ എപ്പിസോഡിലെ പിന്നെ ഇന്നോവൻ്റെ എപ്പിസോഡ് ഇട്ടാണ്. ഈ എപ്പിസോഡ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. തൃശ്ശൂർ പൂരത്തിൻ്റെ മാതിരി വെടിക്കെട്ട് ഇങ്ങനെ വരും. ഞങ്ങൾ നോക്കട്ടെ, ഞങ്ങളോട് കഴിച്ചവരൊക്കെ ഞങ്ങൾ വീഡിയോ ഇടും. ആളുകളൊക്കെ എന്ത് ചെയ്യുക, മാക്സിമം നമ്മളെ കൂടെ കൂടി നന്നാൽ മതി. നമ്മളെ കൂടെ കൂടിയില്ലെങ്കിലും ബാക്കിയുള്ളവരിലേക്കും എത്തിച്ചു കൊടുത്താൽ മതി. പിന്നെ 2012 വൈറ്റ് കളർ വണ്ടി, G4 ആണ്, റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. നിലവിൽ 3rd ഓണറാണ്. 2,34,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. നിലവിൽ നീറ്റ്, അതായത് ഇപ്പോൾ ചെയ്യാനുള്ളത് പെയിൻറ്റിങ്, ടച്ചപ്പ്, പോളിഷിങ് കാര്യങ്ങൾ, സീറ്റ് കവർ, അത് ഇതൊക്കെ ചെയ്യാനുള്ളതൊക്കെ നമ്മളാ ചുറുക്കിൽ മട്ടത്തിലാക്കി ഇവിടെ വെച്ചതാണ്. ഇനിയൊന്നുമില്ല, വരുന്ന ഒരാൾക്ക് എന്ത് ചെയ്യുക, ഫുൾ ടാങ്ക് ഡീസലും നമ്മൾ അടിച്ചു കൊടുക്കാണ്ട് കൊണ്ടുപോവുക. വേറെ ഒന്നും ആലോചിച്ചാലല്ല ഈ വണ്ടിയൊന്നും. 5,75,000 റുപ്യക്ക് 2012 G4 കൊടുക്കുക. ഇനി ഇത് ബമ്പ ഓഫറിലൊരു വണ്ടി. ബമ്പ ഓഫർ പറഞ്ഞാൽ പെരും ഓഫർ. 2012 ഇന്നോവ. ഇതിൻ്റെ വില കേട്ടാണ് നെട്ടണ്ട, തരിച്ചണ, പിടിച്ചു നിന്നോളി. വീഡിയോ കാണുമല്ലോ, അവിടെ എവിടെയെങ്കിലും പിടിച്ചു നിന്നോളി. 2012 G4 ഇന്നോവ. ABS ഉണ്ട്, എയർ ബാഗ് ഉണ്ട്. പിന്നെ അല്ല ഫീച്ചേഴ്സ് പറയുമ്പോൾ എന്താ പറയുക, അത് വരുന്നതുകൊണ്ട് വരാത്തതുകൊണ്ട് 12. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഒറ്റ നെഗറ്റീവ് ഇതിനുള്ളൂ, 5 ഓണർ അതിനൊന്നുള്ളൂ. അതിനിപ്പോൾ ഒന്നും ഒരു കുഴപ്പമൊന്നുമില്ല. ഇൻഷുറൻസ് 6,00,000 റുപ്യ ഇടിവിൽ പുതിയ ഇൻഷുറൻസ് കൊടുത്തു കൊടുക്കും. ഇതിൻ്റെ വില കേൾക്കുമ്പോൾ നിങ്ങൾ തരിച്ചും ചെയ്യും. വണ്ടി കണ്ടില്ല, നിങ്ങൾ നല്ല നീറ്റാണ്. 2012 അപേക്ഷിച്ച് ഒരു കുഴപ്പമില്ല. ഒറ്റ വില ഇതിന് പറയുള്ളൂ. ഇതിന് കോമ്പറ്റീഷനും ബാർഗണിങ്ങും ഒന്നും തരൂല. നമ്മളൊരു സംഗതി കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം, വില കുറയണം, അല്ലെങ്കിൽ നല്ല വണ്ടി ആവണം. ഇത് ഓരോ വീഡിയോകൾ ആളുകൾ ഇതൊക്കെ എന്താ ചെയ്യുക, 100 വീഡിയോ കാണുന്ന ആളുകളായി ജനങ്ങൾ. ഇവൻ്റെ ഒരു വീഡിയോ മാത്രമല്ല ആളുകൾ കാണുക. ഇത് കാണുമ്പോൾ ജനങ്ങൾ നോക്കും, നൂർ മോട്ടോഴ്സിൽ എന്താ സ്ഥിതി, റെഡ് ബെല്ലിൽ എന്താ സ്ഥിതി, അവിടെ എത്ര വില, അവിടെ എത്ര എന്താ കണ്ടീഷൻസ്, ഇതൊക്കെ കാണുമല്ലോ ആളുകൾ.
4,95,000 ഉറുപ്പ്യക്ക് ഫുൾ ടാങ്ക് ഡീസൽ അടിച്ച് 6 ലക്ഷം ഉറുപ്പ്യ IDVയിൽ ഇൻഷുറൻസ് കൊടുത്ത് 2012 G4 ഇന്നോവ കൊടുക്കും. വണ്ടിൻ്റെ ഉള്ളിൽ പിന്നെ ഫ്ലോർ മാറ്റ്, അതുപോലെ ആൻഡ്രോയിഡ്, സീറ്റ് കവർ, ഡോർ പേഡുമ്മൽ, പിന്നെ ഞാൻ പറഞ്ഞില്ലേ A to Z സംഗതികൾ എക്സ്ട്രാ ഫിറ്റിങ്സ് ഒക്കെ നമ്മൾ ചെയ്തതാണ് അത്യാവശ്യം. പിന്നെ ഇപ്പോൾ ഇതുമ്മൽ ഒരുപാട് മൊഞ്ചാക്കി ബോറാക്കാൻ പറ്റില്ലല്ലോ, മാക്സിമം നമ്മൾ പിന്നെ ചെയ്ത് വെച്ചതാണ്. എന്തായാലും ഇത് നമ്മളെ അവസാനത്തെ ഇനോവ അപ്പോൾ നമ്മൾ കാണിച്ചു തന്നു. ഇനോവകളുടെ സാഗരം ഇനിയും നമ്മളെ കയ്യിലുണ്ട്, ഇഷ്ടംപോലെ വണ്ടികൾ, പെയിൻറ്റിങ്, സർവീസിങ്, പോളിഷിങ് കാര്യങ്ങളായിട്ട്. നമ്മളെ റെഡ് ബെൽ ഷോറൂമിലെ വീഡിയോ നമ്മൾ ഇൻഷാല്ലാ അതും കാണിക്കും. അവിടെയും നമ്മുടെ അടുത്ത് വണ്ടികളുണ്ട്, കണ്ടമാനം വണ്ടികൾ, കസ്റ്റമേഴ്സിൻ്റെ വണ്ടികൾ അടുത്ത് നമ്മുടെ അടുത്ത് ഇങ്ങനെ കുറഞ്ഞാണ് 100 വിറ്റോളി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, നമ്മൾ വെക്കാൻ സ്ഥലമില്ലാത്തൊരു സാഹചര്യത്തിലപ്പം നിൽക്കുന്നത്. എന്തായാലും ഇൻഷാല്ലാ നമ്മളെ വീഡിയോകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. എന്തായാലും നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാമല്ലോ. അപ്പോൾ വീണ്ടും ഞാൻ പറയുകയാണ്, നമ്മളിത് നൂർ മോട്ടോഴ്സാണ്, നമ്മളെ പുതിയ ചാനൽ അല്ല. നമ്മൾ റെഡ് ബെൽ യൂസ്ഡ് കാർസിൻ്റെ ചാനൽ നമ്മൾ പണ്ടേ ഉള്ള ചാനലാണ്. അത് നമ്മൾ വീഡിയോ ഒന്നും വല്ലാതെ ഇടലില്ലായിരുന്നു. ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ അടുത്ത് വണ്ടികളും കാര്യങ്ങളും സംവിധാനങ്ങളും ഇപ്പം പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനതിനൊക്കെ നമ്മളെ സ്റ്റാഫുകളൊക്കെ പുതിയതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളതൊന്ന് തുടങ്ങി നോക്കുകയാണ്. അപ്പോൾ മാക്സിമം ആളുകൾ എന്ത് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ, ഫേസ്ബുക്കിൽ, യൂട്യൂബിലൊക്കെ നൂർ മോട്ടോഴ്സിൻ്റെ ചാനലുകളുണ്ട്. ഇതിലൊക്കെ ഒന്ന് കയറിയാണ്ട് ഒഴിവുണ്ടാകുമ്പോൾ എന്ത് ചെയ്യുക, അതിനായിട്ട് കുത്തിറക്കണം എന്ന് നമുക്ക് ആരോടും പറയാൻ പറ്റില്ലല്ലോ. ഒഴിവുണ്ടാകുമ്പോൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കുക, അല്ലെങ്കിൽ ഒന്ന് ഷെയർ ബട്ടനെങ്കിലും ഒന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ബാക്കിയുള്ളവനും കൂടി ഒരു ഉപകാരത്തിൽ പെടും, നമുക്കൊരു ഉപകാരത്തിലാവും. എന്തായാലും ഇൻഷാല്ലാ അടുത്ത ഒരു കിടിലൻ വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.